ഒരു മുതിർന്ന നേതാവ് SFIയുടെ നേതാവ് കോളേജിൽ വരുമെന്ന് പറയുന്നു. ആ നേതാവാണ് ഇടിമുറിയിലിരുന്ന് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും എന്നിട്ടെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഈ നേതാവ് പല ചാനലുകളിൽ വരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും, അവരെ SFIയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്ന ഈ മുതിർന്ന നേതാവ് ഒരു പിടികിട്ടാ പുള്ളിയാണ്, ഒരു ക്രിമിനലാണ്. ഈ നേതാവിന് എത്രത്തോളം പങ്കുണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് വിശ്വസിക്കുന്നത്? ആ നേതാവിന്റെ പേര് പറയാൻ ഭയമുണ്ടോ? എനിക്ക് നേതാവിനോട് പേര് പറയാൻ എന്താ പറയാം. നേതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവാണ്. SFIയുടെ മുതിർന്ന നേതാവ് ഇപ്പൊ ആർഷയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പൊ അവിടെ ഈ എട്ട് മാസമായിട്ട് എല്ലാ ദിവസവും എല്ലാ മാസവും അവിടെ വരുന്നത്, ആ ഇടിമുറി പോയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരും പറഞ്ഞതല്ല, എന്റെ മകൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആശ്രയിച്ചേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്, കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ട് അകത്ത് കയറിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് പറയും ഇപ്പം എന്റെ മകൻ പോയല്ലോ, ഇനി ഞാൻ പറയുന്ന കള്ളമാണ്. വേണ്ട, അവരെ അവിടെ തന്നെ ആശ്രയിച്ചേട്ടന്റെ പോലീസ് പരിശോധിക്കട്ടെ. അത് ഈ 8 മാസം എവിടെ ഏതൊക്കെ ഏരിയ പരിശോധിക്കട്ടെ, പരിശോധിക്കാൻ മനസ്സിലാവുമല്ലോ. ഞാൻ പറയുന്നത് എന്റെ മകൻ പറഞ്ഞ കള്ളമൊന്നും ഞാൻ പറയുന്നില്ല, സത്യമൊന്നും പറയുന്നില്ല. അവരത് പരിശോധിച്ചാൽ ഇടിമുറിയിലുള്ള സമയത്ത് മകനെ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പീഡനം സിദ്ധാർത്ഥിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? കാരണം ഈ 8 മാസം വരെ ഈ അനുഭവിക്കുന്നുണ്ടാണ്. 8 മാസം വരെ ഈ പീഡനം എന്റെ മകൻ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. അവസാനത്തെ 3 ദിവസമാണ് കൂടിയ പീഡനമായത്. അപ്പൊ ഈ 8 മാസം വരെ പീഡനം അനുഭവിക്കുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഉണ്ടല്ലോ. അവൻ പറയുന്ന ഈ ചേട്ടൻ അവിടെ ഉണ്ട്. എല്ലാ മാസം 2 ദിവസം വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ചെന്ന് ഒപ്പിടണം. അല്ല, ആഴ്ചയിൽ ഒരിക്കലും ഒപ്പിടേണ്ടത്, മാസത്തിൽ ഒരിക്കലും ഒപ്പിടേണ്ടത്. എല്ലാ ദിവസവും പോയിട്ട് ഒപ്പിടണം. ഒപ്പിടുമ്പോഴേ അവന്റെ ഡ്രസ്സ് കഴിപ്പിക്കും. ചിലപ്പോൾ മുട്ട കഴിഞ്ഞ് വരേണ്ടി വരും. അവർ പോകുമ്പോഴേ പോകാൻ പറ്റുള്ളൂ, അതുവരെ നിൽക്കണം. പിന്നെ ഡിസംബർ 2-ാം തീയതി എന്ന് പറയുമ്പോൾ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളുടെ വിവാഹ വർഷമാണ്, എന്റെ വിവാഹ വർഷമാണ്. രണ്ടും ഒരേ ദിവസമാണ്. ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവനവിടെ തോണി കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കാൻ നിൽക്കുക. ആ ദിവസം അവന്റെ ബർത്ത്ഡേക്ക് അവൻ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ സഹിക്കാൻ പറ്റുമോ? അത് ആ ഇടിമുറിയിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ പെട്രോൾ ഒഴിച്ച് 4 ലിറ്റർ ഒഴിച്ചിട്ട് അവനെ കെട്ടിയിട്ടിട്ട് ഇപ്പൊ കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ആ സമയം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ആഘോഷം നടക്കും. ആഹാരം വെച്ചു, എല്ലാം വെച്ചു, എല്ലാം കഴിഞ്ഞ് നല്ല ഭയങ്കര ആഘോഷമായിട്ട് നമ്മളെ വീട്ടിൽ നടക്കുക. ആ സമയത്ത് നമുക്ക് ഞാൻ അറിയുന്നുണ്ടോ, എന്റെ മകനോട് കത്തിക്കാൻ വേണ്ടി ഒരു മകൻ ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഈ ചേട്ടന് പങ്കില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ പുറത്തുനിന്ന് ധൈര്യമായിട്ട് പറയട്ടെ, അല്ലെങ്കിൽ നിന്നോന്ന് പറയട്ടെ, ഞാൻ ആ 8 മാസം കൊണ്ട് അവിടെ പോയിട്ടുണ്ടാവും. അത് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അവര് മക്കളാണല്ലോ നടന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ട്രെയിനിങ്. നമ്മളെ കാര്യങ്ങൾ ഒരു അടിയോ പിടിയോ ഉണ്ടാകുമ്പോഴേ സ്വാഭാവികം ഒരു മുറിവുണ്ടാവും, ശരീരത്തിൽ മുറിവുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇത് നല്ല മാവോയിസ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടിയ നക്സൽ എന്നുള്ള രീതിയിലുള്ള നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മർദ്ദനമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ വീട്ടിൽ മാത്രം വരുന്നത്. അവർക്ക് കൈപ്പഴ പറ്റിയിട്ട് മാത്രമാണ് ഈ തലയിൽ അടികിട്ടി ഈ തലവരി പൊട്ടിപ്പെടുന്നത്. ബാക്കി എല്ലാം നല്ല രീതിയിലുള്ള മാവോയിസ്റ്റ് ട്രെയിനിങ് ഉള്ള രീതിയിലാണ് കൊടുത്തത്. അത് ഈ ചേട്ടന്മാരെല്ലാം നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം SFIയുടെ ഭാഗത്ത് നിന്നെങ്കിലും ഭീഷണിയോ അത്തരത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഒരു ഭീഷണിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് കണക്കാക്കിയില്ല. ചിലപ്പോൾ മാക്സിമം അവർക്ക് എന്നെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പം എന്നെ ബോംബൊന്നും ഇതിനെ വെട്ടിക്കൊല്ലുന്നു. അതിനപ്പുറമൊന്നും എനിക്ക് സംഭവിക്കാനില്ല. എനിക്ക് സംഭവിക്കുന്നത് എന്റെ മകന് വന്ന് സംഭവിച്ചു കഴിഞ്ഞു. അവർക്ക് എന്നെ തളർത്താൻ ഇനി പറ്റുമെങ്കിൽ ചിലപ്പോൾ എന്നെ കൊന്നിട്ടാലും മാത്രം പറ്റും. ഇനി കുറച്ചെങ്കിലും ജീവനുണ്ടെങ്കിൽ എന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രോമാനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ പോലെയുണ്ട് പോയിരിക്കും. എനിക്ക് അതിന് വേണ്ടിയിട്ട് വലിയ സപ്പോർട്ടിനോ മറ്റേ പണത്തിന്റെ പേരിൽ ഞാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ നിയമത്തിൽ ഞാൻ അറ്റം വരെ പോകും. ഏത് വലിയ ചേട്ടനായിരുന്നാലും ഏത് വലിയ കൊടിയ നേതാവാണെങ്കിലും എല്ലാവർക്കും ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വഴിത്തിലുണ്ടാക്കിയ ഒരാളോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. സിദ്ധാർത്ഥിന്റെ അമ്മ. അതായത് സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് ആദ്യം പറഞ്ഞപ്പോഴും സിദ്ധാർത്ഥിന്റെ ദേഹത്തെ പാടുകൾ കണ്ടിട്ട് ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ് എന്ന് തറപ്പിച്ച് പറയുകയാണ് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനുണ്ട്. ഈ പാടുകൾ ആദ്യം പോലീസ് പറയുന്നു, പോലീസ് SFIയെ സംരക്ഷിക്കാനായിരിക്കണം തുടക്കത്തിലെ ഇത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ സിദ്ധാർത്ഥിന്റെ ബോഡി കണ്ടപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഇതൊരു മാനസികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ്? ഞങ്ങൾ ആദ്യം പോയി ഈ മരണം ആത്മഹത്യയാണെന്ന് പറയാൻ വീട്ടിൽ അറിയിച്ചത്. ഒരു കോളേജിലെ ഒരു PG വിദ്യാർത്ഥി കൃഷ്ണകാന്ത് എന്ന് പറയുന്ന കുട്ടിയാണ് ഞങ്ങളെ വിളിച്ചറിയിച്ചത്. അല്ലാതെ ഒഫീഷ്യലായിട്ടല്ല, PG വിദ്യാർത്ഥിയെ കൃഷ്ണകാന്താണ്. അപ്പോൾ പുള്ളിയെ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ കുട്ടി കൃഷ്ണകാന്ത് ഞങ്ങളടുത്ത് പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണ്, അവനെന്തോ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഞങ്ങളവിടെ പോയി ഡീനിനെ കണ്ടപ്പോൾ അദ്ദേഹവും പറയുന്നു ആത്മഹത്യയാണ്. പോലീസിന്റെ SI മണി അദ്ദേഹം തറപ്പിച്ച് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ്.
ഞങ്ങളിങ്ങനെ പോയിട്ട് ഇൻക്വസ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ അവനെ പരിശോധിച്ചപ്പോൾ അവന്റെ ദേഹം കണ്ടപ്പോൾ അവന്റെ ഈ കഴുത്തിൽ ഉള്ള പാട്, ആ തൂങ്ങി മരണം എന്ന് പറയുന്ന പാടിന് പുറമെ ഒരു മാർക്ക് കഴുത്തിലുണ്ടായിരുന്നു. പിന്നെ ദേഹത്ത് എന്റെ കൂടെ വന്ന ബന്ധുക്കൾ കണ്ടു. അവർ പറഞ്ഞു ശരീരത്തിൽ ധാരാളം ചതവുകളുണ്ട്, പരിക്കുകളുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ SIയുടെ അടുത്ത് പറയുമ്പോൾ എസ് ഐ മണി പറയുന്നത് ആത്മഹത്യ ചെയ്യുമ്പോൾ തൂങ്ങുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, അല്ലാതെ ഇതൊരു ആത്മഹത്യ, ഇത് കൊലപാതകമല്ല, ഇതൊരു സാധാരണ ആത്മഹത്യയാണ്. അപ്പൊ അദ്ദേഹം തൊട്ട് കോളേജിലെ ഡീന് മുതൽ ഈ ഡീന് കോളേജിലെ SFIക്കാർക്ക് വേണ്ടി ഒത്താശ ചെയ്തതിന് സാധാരണ ഒരു ആത്മഹത്യയാക്കാൻ മാറ്റി തീരുമാനിച്ചിരുന്നു. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് SI മണിയാണ്. അദ്ദേഹം ഒരു SI ആണ്, പക്ഷെ അദ്ദേഹത്തിനൊന്നും അറിയില്ല എങ്ങനെയാണ് ഇൻട്രസ്റ്റ് തയ്യാറാക്കിയത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ബോഡിയിൽ എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ പരിഗണിക്കണം എന്ന് പോലും അറിയാത്ത ഒരു ആളിനെയാണ് അവിടെ ഇൻട്രസ്റ്റിനും മറ്റുള്ള പരിപാടിക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ട് അപ്പോൾ തന്നെ SIയുടെ അടുത്ത് പറയണം, അല്ല ഇത് കൊലപാതകമാണ്, ഇത് ആത്മഹത്യയല്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്. അത്തരത്തിൽ നമ്മൾ ആ സംശയം നീങ്ങുകയും അപ്പോൾ തന്നെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ചോദിച്ച സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ സംശയത്തിന്റെ രീതിയിൽ കൊടുക്കുകയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കൊലപാതകമാണ്. സിദ്ധാർത്ഥിനെ ആ സമയത്ത് കാണുമ്പോ ഉള്ള ഒരു ശരീരത്തിന്റെ ഒരു ഇതും ഒക്കെ ഒന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? അവന് ബോഡി അവൻ കിടക്കുന്നത് നമുക്ക് ഇപ്പോഴാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴാണ്. അപ്പോൾ അവന് മുഖത്തൊരു ഒരു ഡ്രൈനെസ്സും അവന് ഒരു സങ്കടമൊക്കെ നമുക്ക് കാണാം. അവന് ഒരു ഫ്രഷായിട്ട് ചെയ്തല്ല, ഒരാളല്ല. 2-3 ദിവസം കൊണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊരു പീഡനം, ആ മുഖം, ആ ഭാവം, അതൊക്കെ നമുക്ക് അപ്പോഴൊന്നും അതൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴും ഞാൻ അന്ന് ആ കണ്ടത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. പക്ഷെ അന്നത്തെ മാനസികാവസ്ഥയിലൊന്നും ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ വിചാരിക്കും അവൻ അത് അപ്പോഴും സങ്കടമാണല്ലോ, നമുക്കിതൊന്നും പോകില്ല മനസ്സിലോട്ട്, നോക്കാൻ പോലും തോന്നാണ്. അപ്പൊ ആ അവസ്ഥയിലായിരുന്നു. ഇപ്പം പിന്നെ ഇനി വന്നതിന് ശേഷമാണ് നമുക്ക് അവിടെ ഈ കൊലപാതകം നമ്മളത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ കോളേജിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് സഹായിച്ചു. അവർ തന്ന ഇൻഫർമേഷനും ഞങ്ങളുടെ കുറെ കണ്ടെത്തലുകൾ ഞങ്ങളുടേതായ രീതിയിൽ അപ്പോഴാരും സഹായം നമ്മൾ പത്രക്കാരും എത്തിയിട്ടില്ല. ഞങ്ങൾ വേറെ സോഴ്സ് വഴി 2-3 വ്യക്തിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ഇങ്ങനെ ക്രോഡീകരിച്ചു. ആദ്യമായിട്ട് ഒരു ജനം ജീവിച്ചവര് വരും, അവരെടുത്ത് പറയുന്നു, അടുത്ത് പിന്നെ മാധ്യമങ്ങളങ്ങ് ഒഴുക്കാൻ. മാധ്യമങ്ങളോട് ഞങ്ങൾ ഇതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു, വിളിച്ചു പറയുമ്പോൾ പറയും. പക്ഷെ ഞങ്ങളത് പറഞ്ഞു, അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പറഞ്ഞ് ഓരോ തെളിവുകളും അക്കമിട്ട് നടത്തുകയും ഈ തെളിവുകളെല്ലാം പള്ളി തെറ്റാതെ ഞങ്ങൾ പറഞ്ഞ ഒരു സാധനത്തിന് ഒരു മാറ്റം വരാതെ എല്ലാം ശരിയായി എന്നാണ് ഇന്ന് തെളിവായി. ഇപ്പോൾ ഈ നിലയ്ക്ക് വരെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിലും തെറ്റില്ല എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ 2 പെൺകുട്ടികളുണ്ട്. ഒന്നൊരു വില്ലത്തിയും ഒന്ന് ഒരു നായികയെന്ന് നമുക്ക് പറയാം. നായിക എന്നല്ല ഈ സംഭവത്തിൽ പറയുന്നത്, ഒന്നൊരു നീതിക്ക് വേണ്ടി നിൽക്കുന്ന പെൺകുട്ടി എന്ന് പറയാം. ഈ 2 പേരും കളത്തിലേക്ക് വന്നിട്ടില്ല. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ് അയക്കുന്നതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തത് തൃശ്ശൂരിലെ SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരുടെ മകളെന്ന് പറയുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരുടെ മകൾ കൊടുത്ത പരാതിയാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് വരെ എത്തിയത്. SFI ഇടപെടലുകൾ നടത്തിയത്, അലിഖിത നിയമം നടപ്പിലാക്കിയത്, ഇടിമുറിയിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചതെന്നൊക്കെ പറയുന്നു. പിന്നീട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്ത് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ പെൺകുട്ടിയോട് ചോദ്യം അങ്ങനെ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പോലീസ് ആദ്യം മുതലേ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ വിഷയവുമായിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഒരു പെൺകുട്ടി ആ കളത്തിൽ അപ്പോഴൊന്നും ഇല്ല എന്നാണ്. എന്നിട്ട് ഞങ്ങൾ ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കേസ് വാർത്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ 18-ാം തീയതി അന്ന് തന്നെ കൊടുത്തതായിട്ടൊരു കത്ത് നമുക്ക് കിട്ടുകയും 18-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുത്തതായിട്ട് ഒരു പരാതി, ഒരു പെൺകുട്ടിയുടെ പരാതി കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. 20-ാം തീയതി അത് അവിടെ എത്തി, ഇന്റേണൽ കമ്മിറ്റിക്ക് എത്തി. അതിൽ തീർപ്പ് കൽപ്പിച്ചത് 26-ാം തീയതി മരിച്ചു പോയതുകൊണ്ട് നിയമ നടപടികൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അസാധാരണ വിധിയും അവർ കൽപ്പിച്ചു. അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് പ്രതിയാണ്, സിദ്ധാർത്ഥനെ കൊന്ന പ്രതിയാണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പം
അതാണ് അതിലുള്ള വിരോധാഭാസം. അങ്ങനെ ഒരു തീരുമാനം അതാണ് നമുക്ക് ആ ഇതിലോട്ട് അന്വേഷിക്കുക. ഇത് ആരാണ് ആ പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങൾ തന്നെ കണ്ടെത്തി അത് ബിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ നമ്മളിപ്പം മാധ്യമങ്ങളിലെല്ലാം നല്ല രീതിയിൽ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് അത് FB-യിലും വാട്സപ്പിലൊക്കെ അത് പ്രചരിക്കുന്നുണ്ട്. ആ കുട്ടിയാണ് പരാതി കൊടുത്തത്. അപ്പൊ ആ കുട്ടിയുടെ സുഹൃത്ത് ബന്ധുവാണ് ഈ കാശിനാഥൻ എന്ന് പറഞ്ഞത്. അതിലെ ഒരു SFI-യിലെ സെക്രട്ടറി, അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് അവരുടെ ഈ കുട്ടിയുടെ ബിൻസിയുടെ ബന്ധുവാണ്. ആ കുട്ടിയെയും അവനെയും SFI-യിലെ നേതാവിനെയും ഇവളെ ക്ലാസ്മേറ്റ്, അതായത് സിദ്ധാർത്ഥന്റെ ബിൻസി ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അവരെ ക്ലാസ്മേറ്റായ 5 കുട്ടികളെ കൂട്ടുകൂടി വെക്കാൻ അൽത്താഫ് പോലുള്ള 5 പേര് നിങ്ങൾക്ക് അറിയാം പേരുകൾ. ഈ 5 പേരെയും കൂടെ കൂട്ടുപിടിച്ച് ഇവര് ഒരുമിച്ച് നിന്നാണ് സിദ്ധാർത്ഥനെ വകവരുത്താൻ തീരുമാനിക്കുന്നത്. അപ്പൊ ബിൻസി യഥാർത്ഥം ഇല്ലെത്തി. അപ്പൊ ആ കുട്ടിയുടെ സുഹൃത്ത് ബന്ധുവാണ് ഈ കാശിനാഥൻ എന്ന് പറഞ്ഞത്. അതിലെ ഒരു SFI-യിലെ സെക്രട്ടറി, അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് അവരുടെ ഈ കുട്ടിയുടെ ബിൻസിയുടെ ബന്ധുവാണ്. ആ കുട്ടിയെയും അവനെയും SFI-യിലെ നേതാവിനെയും ഇവളെ ക്ലാസ്മേറ്റ്, അതായത് സിദ്ധാർത്ഥന്റെ ബിൻസി ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അവരെ ക്ലാസ്മേറ്റായ 5 കുട്ടികളെ കൂട്ടുകൂടി വെക്കാൻ അൽത്താഫ് പോലുള്ള 5 പേര് നിങ്ങൾക്ക് അറിയാം പേരുകൾ. ഈ 5 പേരെയും കൂടെ കൂട്ടുപിടിച്ച് ഇവര് ഒരുമിച്ച് നിന്നാണ് സിദ്ധാർത്ഥനെ വകവരുത്താൻ തീരുമാനിക്കുന്നത്. അപ്പൊ ബിൻസി യഥാർത്ഥം ഇല്ലെത്തി. ബിൻസിയുടെ അമ്മയെന്ന് പറയുന്നത് തൃശ്ശൂർ പോലീസ് കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥയാണ്. ആ സ്വാധീനം വെച്ചാൽ ഇതുവരെയും വെളിയിൽ വരാത്തത്. അത് ആ കുട്ടിയെ ഇന്നുവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് CBI അന്വേഷണമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിയെ ഞങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമായി ഈ വിവരങ്ങൾ കിട്ടിയ ദിവസം മരണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോൾ വരുന്നു. അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോഴാണ് അവൻ്റെ ക്ലാസ്മേറ്റാണ്. അങ്ങൾ എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, സിദ്ധാർത്ഥൻ മരണപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞു ഇതൊരു ആത്മഹത്യയാണ്. അപ്പോൾ പറഞ്ഞു അല്ല അങ്ങളെ, ഇത് കൊലപാതകമാണ്. ക്ലാസ്സിൽ അവന്റെ സീനിയേഴ്സും SFI യൂണിറ്റ് അംഗങ്ങളും അവന്റെ ക്ലാസ്മേറ്റും റൂംമേറ്റും 2 കൂട്ടുകാരും ചേർന്ന് അവനെ പട്ടിയെ തല്ലിക്കൊന്നതാണ്. നിങ്ങളിത് കളഞ്ഞളയില്, ഇത് നിങ്ങൾ മുന്നോട്ട് പോകണം, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ആ കുട്ടി വളരെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അത് റെക്കോർഡൊന്നും ചെയ്യലേന്ന് പറഞ്ഞെങ്കിലും ഞാൻ വേറൊരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്കതൊരു പച്ചത്തുരുമ്പായിരിക്കും. അതെടുത്താണ് പിന്നെ നമ്മൾ അത് ഉപയോഗിച്ചത്. അപ്പൊ ആ കുട്ടി വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കുട്ടി എനിക്ക് 6 പേരുടെ ലിസ്റ്റ് തന്നിരുന്നു. ഈ 12 പേര് ആദ്യമായി പുറത്താക്കുന്നതിൽ 6 പേര് അറസ്റ്റായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഞങ്ങൾക്ക് അടച്ച വളരെ പ്രയോജനം ചെയ്തു ആ കുട്ടി. പിന്നെ ആണ് അറിയാൻ പറ്റിയത് ആ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു 3 പെൺകുട്ടികൾ അവിടെ പത്രസമ്മേളനം നടത്തി. 3 or 4 പെൺകുട്ടി. ആ കുട്ടികളുടെ പേര് ഇതുവരെ ആരും വെളിയിലെടുത്തിട്ടില്ല. ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല. ആ കുട്ടികളെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇപ്പൊ യൂട്യൂബിലോ എവിടെയെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും. അപ്പൊ ആ കുട്ടികളെ ചോദ്യം ചെയ്യണം. അതൊക്കെ ഞങ്ങൾ അടുത്ത് ഉന്നയിക്കാൻ പോകുന്ന ആവശ്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ കുട്ടികളെ അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 6-7 പെൺകുട്ടികൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അവരെ ചോദ്യം ചെയ്യണം. പക്ഷെ ഇന്ന് അറിയാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടികളെയെല്ലാം അവിടെ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാനുള്ള നടപടി അവിടുത്തെ കോളേജ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ പുതിയ VC-യിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹം വന്നാൽ ചിലപ്പോൾ നടക്കില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഇരിക്കുന്ന ഡീനിന്റെ നേതൃത്വം, ഡീൻ എന്ന് പറയുന്നത് ഡീനും അവിടുത്തെ ഒരു CPM-ന്റെ ഒക്കെ നേതാവാണ്. അതോടൊപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ചിന്താഗതി ഉള്ളവരാണ്. അതോടൊപ്പം കഴിഞ്ഞ 33 വരെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ കാരണം ഈ കുട്ടി അതിലെ ഡീനിന്റെ ഇപ്പൊ ഇരിക്കുന്ന VC, ഇപ്പൊ രാജിവെച്ച VC-യുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകൻ ഇതില് ഇൻവോൾവ് ആണ്. 4 വർഷം കുട്ടിയാണ്. അവൻ ഈ സസ്പെൻഷനിലുണ്ട്. ആ കുട്ടിയെ 90 വരെ ഫസ്റ്റ് ഇയർ കുട്ടികളുടെ ഇടയിൽ തിരിഞ്ഞു കയറ്റി ഈ 33-ലാക്കിയാണ് ക്യാൻസൽ ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇത് ഒഴിവാക്കാൻ നിന്നത് അത് ഗവർണർ വളരെ ഇതായിട്ട് ഇടപെടുകയും അദ്ദേഹത്തിന്റെ വളരെ പവർ ഉപയോഗിച്ച് അയാളെ പുറത്താക്കി, VC-യെ പുറത്താക്കി ഈ നടപടി ക്യാൻസൽ ചെയ്തു. ആ രീതിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കും. തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന് നീതി കിട്ടണം. സിദ്ധാർത്ഥിനെ കൊന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും കൊന്നവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി ഒരു സിദ്ധാർത്ഥന്മാരും ഉണ്ടാവരുത് എന്ന് തന്നെയാണ്. കാരണം ഒരു അച്ഛനമ്മമാരും ഇനി ഇത്തരത്തിൽ മക്കളുടെ മരണത്തിൽ ദുഃഖിക്കരുത്. പ്രത്യേകിച്ച് SFI എന്ന് പറയുന്ന ആ ഗുണ്ടകളെ കൊണ്ട് ഇനി ഒരു അച്ഛനമ്മമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴരുത്. ക്യാമറാമാൻ അഭിലാഷിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.